ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. സംഭവം വേറെ ഒന്നല്ല, എവിടെ ചെണ്ടപ്പുറത്ത് കോലി വീഴുന്നുണ്ടോ അവിടെ ഞാനും ഏട്ടനും എത്താറുണ്ടേ. നാട്ടിലുള്ള ഉത്സവങ്ങൾ മൊത്തം ഇന്നൊരു ദിവസം കൊണ്ട് വെച്ചെന്നെക്കൊണ്ട് ഞങ്ങൾക്ക് എവിടെയാ പോവണ്ടേന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. എന്നാലും വേണ്ടിയില്ല, ഞങ്ങൾ ആദ്യം പോയത് ചേച്ചീൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലെത്തി അന്നദാനം കഴിച്ച് മുകളിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ വെള്ളാട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര നേരത്തെ വെള്ളാട്ട് തുടങ്ങുന്ന അമ്പലം കണ്ടത്. പിന്നെ ഉത്സവം കാണാനായിട്ട് സായിപ്പ് മദാമിയൊക്കെ വന്നിട്ടുണ്ടേ. പിന്നെ കുറെ നേരം അമ്പലത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ രാത്രി ആയപ്പോഴേക്കും താലപ്പൊലി തുടങ്ങി കേട്ടോ. ചേച്ചിയും താലപ്പൊലി എടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ അധികം നേരം നിന്നിട്ടില്ല കേട്ടോ. താലപ്പൊലി അമ്പലത്തിലേക്ക് കയറിയിട്ട് ഫസ്റ്റ് ചുറ്റിയപ്പോഴേക്കും ഞങ്ങൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. ഇനി അടുത്ത ഉത്സവം അവിടെയാണ്. പിന്നെ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ താലപ്പൊലി കിട്ടോ. അവിടെ തായമ്പകയായിരുന്നേ ഫസ്റ്റ്. അത് കഴിഞ്ഞ് താലപ്പൊലിയുടെ കൂടെ ഒരു തറയും ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അതും കണ്ടിരുന്നപ്പോഴാണ് ധ്യാനിന്റെ കയ്യിൽ ഈ ഒരു കളിപ്പാട്ടം കണ്ടത്. ഇതിന്റെ പേരെന്താ, കൊച്ചുണ്ടാപ്രി എന്തോ അല്ലേ. എലിക്കുട്ടിക്ക് ഒരു കൊച്ചുണ്ടാപ്രീനെ വാങ്ങിച്ചു കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് രാത്രി ഭൈരവന്താറ ഉണ്ടായിരുന്നു കേട്ടോ. ഭൈരവന്താറ ഒരു ഉണ്ണിപ്പം കൊണ്ടിട്ട് ധ്യാൻ്റെ അടുത്ത് വന്നേ. ധ്യാനാണെങ്കിൽ മുന്നിൽ ഒറ്റ പല്ലുമില്ല. അതുകൊണ്ട് ഉണ്ണിപ്പം കടിക്കാനും വയ്യ കേട്ടോ. കടിച്ചു മുറിക്കാൻ കഴിയാഞ്ഞപ്പോൾ ഉണ്ണിപ്പം ധ്യാൻ്റെ കയ്യിലും കൊടുത്തു. അപ്പം ഇത്രേ ഉള്ളൂ.